വയസ്സിൻ്റെ പൂജ്യ വീട്ടിലേക്കല്ലേ സാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ബൈ ചെയ്തതിൻ്റെ ഒരു റോൾസിൻ്റെ കാർ അത് പോലീസുകാരെടുത്തുകൊണ്ട് പോയി. എൻ്റെ വീട്ടിൽ കയറി ഒന്ന് എടുത്തുകൊണ്ട് പോയി. ഞാനാണെങ്കിൽ ഇടും, എനിക്കാണെങ്കിൽ ഇപ്പം ആ കാർ എനിക്ക് വേണം. എടുത്തുകൊണ്ട് പോയ കാറിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ ചെറുങ്ങനെ തട്ടി, അയാളൊന്ന് വീണു. അതിലാണ് പോലീസ് വന്ന് ഞാൻ അപ്പോൾ വീട്ടിൽ വണ്ടി കയറ്റി വെച്ചു. പിറ്റേഴ്സ് പറഞ്ഞാൽ വണ്ടി കാണുന്നത്. പിന്നെ ഞാൻ പോലീസിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു, പോലീസിൻ്റെ സ്റ്റേഷനിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ഇത് വിളിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനിപ്പം പോയിട്ട് ചോദിച്ച് വാങ്ങണം. ചോദിച്ചിട്ട് അവർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേറൊരു പണിയെടുക്കാം പൈസ. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഞാനും കഴിച്ച് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലെ റോഡിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്യാം. കാരണം ദിവസം നമുക്ക് ജോലി ഇടാം. നമുക്ക് പഴയ ഇനി പോയിട്ട് സാറിനോടൊന്ന് ചോദിച്ചോക്കാം, നമ്മുടെ വണ്ടി എന്തെങ്കിലും ചോദിച്ചോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. ഇവന്മാരെടുത്തോണ്ട് വന്നിട്ട് വല്ല പരിക്കും പറ്റിയാൽ നോക്കട്ടെ. നോക്കാൻ കൂടിയൊന്നും അറിയത്തില്ല. രണ്ട് പോലീസുകാരോട് നിൽക്കില്ല, 10 പേരെ പോലീസുകാരുണ്ട്. പോലീസുകാരനാണ് എൻ്റെ വണ്ടി. പുത്തമ്പൊരു വണ്ടിയാണ്. ചെറുതായത് പിടിച്ച് വെച്ചാണ് വണ്ടി ഇവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്ടത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ചോദിക്കാൻ പോയ എന്നെയാണെങ്കിൽ നമ്മൾ ഇടിച്ചൊരു പഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വണ്ടി എടുത്ത് സ്ഥലം വിട്ടേക്കുന്നത്. ഒരുപാട് പോലീസുകാർ എൻ്റെ 3 സ്റ്റാർ വെച്ചിരുന്നുണ്ട്. ഞാൻ വണ്ടി എടുക്കാൻ പോയി ചോദിക്കുമ്പോഴത്തേക്കും സാറൊന്ന് വണ്ടി ചോദിക്കുമ്പോൾ തന്നെ അമ്മമാരെന്നെ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, തിരിച്ചു പോയാലോ. അപ്പോൾ നമുക്ക് ഇപ്പം എന്തായാലും പറ്റത്തില്ല. കുറച്ച് സമയം ഒരു മണിക്കൂർ എന്താണെന്ന് ഇതിന് തിരിച്ചു പോകാം. ഇന്നലെ വാക്കായിരുന്നു. എൻ്റെ വണ്ടിയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, വണ്ടിയാണെങ്കിൽ അവിടെ പോലീസൊക്കെ പോലീസിൻ്റെ ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് പിന്നെ വരാം. എന്താ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. അപ്പോൾ പോലീസുകാരനെല്ലാം എൻ്റെ വീട് വരെ വന്നു. പോലീസുകാരൻ്റെ വീട് വരെ വന്നു. എന്ത് ചെയ്യാനെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനാണെങ്കിൽ വീട്ടിനകത്ത് കയറിയില്ല, അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ പോലീസുകാരൊന്നും പോയില്ല. ആ വീട്ടിൽ സൈഡിലേക്ക് ഇറങ്ങി പോലീസുകാരനായിട്ട് പോലീസ് എന്തുകൊണ്ട് സംസ്കാരങ്ങളുണ്ട്. സ്വയം ചെയ്തെന്ന് പുറത്തിറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്. പോലീസുകാർ ഒരുപാട് സമയം കാത്തു. എൻ്റെ വണ്ടിയൊക്കെ അവർ പൊളിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം കാത്തു, മണിക്കൂറൊക്കെ കാത്തു നിന്നിട്ടാണ് പോലീസുകാർ പോയത്. അതൊന്നും സാധനം ഇത് പോലീസുകാരില്ല. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിൽ പോയിട്ട് മോദി സാറിനോട് പതിയൊന്ന് പറഞ്ഞു നോക്കാം. സമ്മതിക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടി പറഞ്ഞു സമ്മതിക്കാതിരിക്കലും പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നില്ല. അല്ലെങ്കിൽ ഇവിടെ കുറേ പോലീസ് എടുത്തുകൊണ്ട് പോകാം. നമുക്കൊന്ന് മെല്ലൊന്ന് പോയി നോക്കാം ഇതൊക്കെ നടക്കുന്നത്. എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് സീനും ഇപ്പം വലിയ സീനില്ല. ഞാൻ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ വയസ്സിൻ്റെ വണ്ടിയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. റോൾസ് റോയ്സാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. പോലീസുകാർ കട്ടാക്കാൻ ഈ പോലീസുകാരനെ പറ്റിയതാണ്. അപ്പോൾ വയസ്സിന് കുറച്ച് വീട്ട പറയുന്നുണ്ട്. വയസ്സ് ഓടിയൊക്കെ അല്ലെങ്കിൽ വയസ്സ് പോലീസുകാരൊക്കെ ഫുള്ള് വളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റോൾസ് റോയ്സ് എടുക്കാനാ പോകാം. എടുക്കാൻ പണി തന്നെ. നമ്മൾ റോൾസ് റോയ്സ് എടുക്കാൻ അപ്പോൾ നമ്മൾ ചത്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വീട് വെച്ച് വന്നു. അപ്പോൾ ഇതിൻ്റെ വേറൊരു പാർട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ റോൾസ് റോയ്സ് എന്തായാലും ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടുത്തെ പോലീസുകാരനെ പകുതി ആളെങ്കിൽ നമ്മൾ വന്നിട്ട് റോൾസ് റോയ്സ് എടുത്തിട്ട് നമ്മൾ വരും.